മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഇറാന് ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ഇന്നും ശേഷിയുണ്ടോ? ഈ ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമുണ്ടെങ്കിൽ അത് അതെ, സാങ്കേതികമായ ശേഷിയുണ്ട് എന്നതാണ്. എന്നാൽ ആ ശേഷി ഒരു ബോംബ് കൈവശം വെക്കുന്നതിന് തുല്യമല്ല. അതിനർത്ഥം ആവശ്യമായ അറിവും അടിസ്ഥാന സൗകര്യവും വസ്തുക്കളും രാഷ്ട്രീയ തീരുമാനവും ഒരുമിച്ചാൽ ആ വഴിയിലേക്ക് നീങ്ങാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ പദ്ധതി ലോക സുരക്ഷാ ചർച്ചകളിലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളിലൊന്നായി ഇന്നും ചർച്ചാമേശകളിൽ തുടരുകയാണ്. പാശ്ചാത്യ ശക്തികൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, രഹസ്യ ഓപ്പറേഷനുകൾ, ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ, സൈബർ നാശനഷ്ടങ്ങൾ, കൃത്യതയാർന്ന വ്യോമാക്രമണങ്ങൾ എന്നിവയിലൂടെ ഇറാന്റെ ആണവ പദ്ധതിയെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിച്ചു. ചില ഘട്ടങ്ങളിൽ ഈ ശ്രമങ്ങൾ ഭാഗികമായി വിജയിച്ചിരുന്നു. കേന്ദ്രങ്ങൾ തകർന്നു, ഉപകരണങ്ങൾ നശിച്ചു, പ്രവർത്തനങ്ങൾ വൈകി. പക്ഷെ ഒരു കാര്യം അവർക്ക് ചെയ്യാനായില്ല: പദ്ധതിയുടെ ആത്മാവായ അറിവിനെയും സാങ്കേതിക ശേഷിയെയും പൂർണ്ണമായും ഇല്ലാതാക്കാൻ. ഇന്ന് ഇറാന്റെ ശക്തി ഒരു ഫാക്ടറിയിലോ ഒരു റിയാക്ടറിലോ അല്ല, മറിച്ച് പല തട്ടുകളിലായി നിർമ്മിച്ച സ്വയം പര്യാപ്തമായ ശാസ്ത്രീയ സംവിധാനത്തിലാണ്. അടുത്തിടെ പാകിസ്ഥാനിൽ നടന്ന നിർണായക നയതന്ത്ര ചർച്ചകൾ ഫലമില്ലാതെ അവസാനിച്ചതോടെ ഈ വിഷയത്തിലേക്കുള്ള ലോകശ്രദ്ധ വീണ്ടും ശക്തമായി. കാരണം ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ അവശേഷിക്കുന്ന വഴികൾ സാധാരണമായി രണ്ടെണ്ണം മാത്രമാണ്: കൂടുതൽ സമ്മർദ്ദം അല്ലെങ്കിൽ കൂടുതൽ സംഘർഷം. അതിനാൽ ഇറാന്റെ ആണവശേഷി വെറുമൊരു പ്രാദേശിക പ്രശ്നം മാത്രമല്ല, അത് ആഗോള എണ്ണവില, കടൽ വ്യാപാരം, സുരക്ഷാ കൂട്ടുകെട്ടുകൾ, മഹാശക്തികളുടെ സ്വാധീനം, വിപണികളുടെ സ്ഥിരത എന്നിവയെല്ലാം ബാധിക്കുന്ന അന്താരാഷ്ട്ര പ്രതിസന്ധിയുടെ കേന്ദ്രബിന്ദുവാണ്. ഇറാന്റെ ആണവ പദ്ധതി ഇന്ന് നിലനിൽക്കുന്നത് ഒരൊറ്റ ആണവ റിയാക്ടറിലോ ഒരു ഗവേഷണ കേന്ദ്രത്തിലോ മാത്രം ആശ്രയിച്ചല്ല. പല നഗരങ്ങളിലായി ചിതറിക്കിടക്കുന്ന ലബോറട്ടറികൾ, ഭൂഗർഭ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, യുറേനിയം പരിവർത്തന യൂണിറ്റുകൾ, സെൻട്രിഫ്യൂജിക് നിർമ്മാണ ശൃംഖലകൾ, ശാസ്ത്രജ്ഞരുടെ ഗവേഷണ സംഘം എന്നിവ ചേർന്നതാണ് ഈ സമ്പൂർണ്ണ സംവിധാനത്തിന്റെ യഥാർത്ഥ ശക്തി. ഒരു കേന്ദ്രം ആക്രമിക്കപ്പെട്ടാലും മറ്റൊന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അതിനാൽ ഒരു വ്യോമാക്രമണമോ മിസൈൽ പ്രഹരമോ പദ്ധതിയുടെ വേഗത കുറയ്ക്കാൻ ഇടയാക്കാം, പക്ഷേ മുഴുവനായി ഇല്ലാതാക്കാൻ സാധിക്കണമെന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഭൂഗർഭ സൗകര്യങ്ങളിലേക്കാണ്. മലനിരകൾക്കിടയിലും കനത്ത കോൺക്രീറ്റ് സംരക്ഷണ പാളികൾക്കിടയിലും നിർമ്മിച്ച സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ സാധാരണ ബോംബാക്രമണങ്ങൾക്ക് എളുപ്പത്തിൽ തകർക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്റർ ആയുധങ്ങൾ പോലും ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യവും രൂപപ്പെട്ടു. എന്നാൽ അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചാലും പ്രവേശന കവാടങ്ങൾ തകർക്കാൻ കഴിയുമെങ്കിലും ഉള്ളിലെ എല്ലാ ഉപകരണങ്ങളും പൂർണ്ണമായും നശിപ്പിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നത് ഇന്നും സംശയകരമാണ്. ഭൂമിയുടെ ആഴത്തിലേക്ക് വ്യാപിച്ചിരിക്കുന്ന തുരങ്ക ശൃംഖലകൾക്കും ബദൽ പ്രവേശന മാർഗങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. ആണവ പദ്ധതിയുടെ ഹൃദയഭാഗം സെൻട്രിഫ്യൂജിക് സാങ്കേതിക വിദ്യയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന യുറേനിയത്തിൽ നിന്ന് കൂടുതൽ സമ്പുഷ്ടമായ യുറേനിയം വേർതിരിച്ചെടുക്കാൻ അതിവേഗത്തിൽ ചുറ്റുന്ന ഈ യന്ത്രങ്ങൾ നിർണായകമാണ്. വർഷങ്ങളായി ഉപരോധങ്ങൾ നേരിട്ടിട്ടും ഇറാൻ സ്വയം സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന കഴിവ് വികസിപ്പിച്ചെടുത്തു. പഴയ മോഡലുകൾ തകരുകയോ പിടിച്ചെടുക്കുകയോ ചെയ്താലും പുതിയ തലമുറ യന്ത്രങ്ങൾ നിർമ്മിക്കാൻ സാങ്കേതിക പരിജ്ഞാനവും വ്യവസായ അടിസ്ഥാനവും അവർ നിലനിർത്തിയതായാണ് വിലയിരുത്തപ്പെടുന്നത്. യന്ത്രങ്ങൾ നശിപ്പിക്കാം, പക്ഷെ അവ നിർമ്മിക്കാൻ പഠിച്ച അറിവ് ഇല്ലാതാക്കുക അത്ര എളുപ്പമല്ല. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരവും അന്താരാഷ്ട്ര ആശങ്കയുടെ പ്രധാന കാരണമാണ്. 20% 60% വരെ സമ്പുഷ്ടീകരിച്ച വസ്തു സിവിലിയൻ ആവശ്യങ്ങൾക്കായാണ് എന്ന് ഇറാൻ വാദിച്ചാലും അതിനെ ഉയർന്ന നിലവാരത്തിലേക്ക് മാറ്റാൻ വേണ്ട സമയം കുറവാണ് എന്നാണ് അമേരിക്കൻ, യൂറോപ്യൻ സുരക്ഷാ വിലയിരുത്തലുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഏറ്റവും പ്രയാസമുള്ള ഘട്ടങ്ങളിൽ ചിലത് പിന്നോട്ടായി കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള സാങ്കേതിക ദൂരം കുറയുന്നു. ഇതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പൈൽ നീക്കം ചെയ്യുക അല്ലെങ്കിൽ കർശന നിരീക്ഷണത്തിൽ കൊണ്ടുവരിക എന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ ആണവ ബോംബ് നിർമ്മിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ മാത്രം അവസാനിക്കുന്നില്ല. ഫിസൈൽ മെറ്റീരിയലിനെ സ്ഫോടന യോഗ്യമായ കോറാക്കി മാറ്റുക, അതിനെ വാർഹെഡ് രൂപത്തിൽ ചെറുതാക്കുക, മിസൈലിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന സംവിധാനമാക്കുക, വിശ്വസനീയമായ ഡെലിവറി സിസ്റ്റം ഉറപ്പാക്കുക എന്നിവ അത്യന്തം സങ്കീർണ ഘട്ടങ്ങളാണ്. ഈ ഘട്ടങ്ങളാണ് ഏറ്റവും രഹസ്യപരവും പുറത്തുനിന്ന് നിരീക്ഷിക്കാൻ പ്രയാസമുള്ളത് എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അതിനാൽ പുറം ലോകം കാണുന്നത് സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായാലും യഥാർത്ഥ ആശങ്ക അവസാന ഘട്ടത്തിലാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. നയതന്ത്ര രംഗത്തും പ്രശ്നമത്ര എളുപ്പമല്ല. ഇറാൻ സമാധാനപരമായ ഊർജ്ജ ആവശ്യങ്ങൾക്കായുള്ള ആണവ അവകാശം ആവശ്യപ്പെടുന്നു. പാശ്ചാത്യ ശക്തികൾക്ക് വേണ്ടത് കർശന പരിശോധനയും സമ്പുഷ്ടീകരണ നിയന്ത്രണവുമാണ്. പരസ്പര അവിശ്വാസം ചർച്ചകളെ സങ്കീർണമാക്കുന്നു. മുൻ കരാറുകളിൽ നിന്ന് അമേരിക്ക പിന്മാറിയ അനുഭവം ഇറാന്റെ സംശയം വർദ്ധിപ്പിച്ചപ്പോൾ ഇറാൻ തന്റെ പ്രവർത്തനങ്ങൾ മറച്ചുവെച്ചു എന്ന ആരോപണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ അവിശ്വാസം കൂടുതൽ ശക്തമാക്കി. അതിനാൽ ഓരോ പുതിയ ചർച്ചയും പഴയ തർക്കങ്ങളുടെ ഭാരവുമായാണ് ആരംഭിക്കുന്നത്. ഈ വിഷയത്തിന് സാമ്പത്തിക വശവും അതീവ നിർണായകമാണ്. ഇറാനുമായി സംഘർഷം രൂക്ഷമായാൽ ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നുപോകുന്ന എണ്ണക്കപ്പലുകൾക്ക് ഭീഷണിയും ഉയരും. ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഈ കടലിടുക്കിൽ പ്രശ്നമുണ്ടായാൽ ആഗോള എണ്ണവില ഉയരും, വിപണികൾ അസ്ഥിരമാകും.
ഏഷ്യയിലും യൂറോപ്പിലും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ ചർച്ചകൾ വെറും സുരക്ഷാ ചർച്ചകളല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയുമായി ബന്ധപ്പെട്ട വിഷയമാണത്. ഇപ്പോൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ സൈനിക ആക്രമണങ്ങൾ ഇറാന്റെ പദ്ധതിയെ മന്ദഗതിയിലാക്കാമെന്നതാണ്. പക്ഷേ അറിവും സാങ്കേതിക അടിസ്ഥാനവും ശേഖരിച്ച വസ്തുക്കളും മുഴുവനായി അവർക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല. മറുവശത്ത് നയതന്ത്രം മാത്രമായി പോകുമ്പോൾ കർശന പരിശോധനയും ദീർഘകാല വിശ്വാസ്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ രണ്ട് വഴികളുടെയും ഇടയിൽ ലോകമിപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ചുരുക്കത്തിൽ ഇറാന്റെ ആണവ പദ്ധതി എന്നത് കുറച്ച് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ബോംബ് നിർമ്മിക്കുന്നതിലോ ഒതുങ്ങുന്ന ലളിതമായൊരു കഥയല്ല. അതൊരു രാഷ്ട്രത്തിന്റെ ആത്മവീര്യത്തിന്റെയും സാങ്കേതിക കരുത്തിന്റെയും ലോകശക്തികൾക്ക് മുമ്പിൽ തലകുനിക്കാത്ത ദേശീയാഭിമാനത്തിന്റെയും പ്രഖ്യാപനമാണ്. പതിറ്റാണ്ടുകളായി ഇസ്രായേലും അമേരിക്കയും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ സൈബർ യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, രഹസ്യ ഓപ്പറേഷനുകൾ ഇവയെല്ലാം തട്ടിമാറ്റി പർവ്വതങ്ങൾ തുരന്ന ഭൂഗർഭ അറകളിൽ ഇറാൻ പടുത്തുയർത്തിയത് വെറുമൊരു റിയാക്ടർ അല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പവർ പൊളിറ്റിക്സ് കൂടിയാണ്.